Hey friends, ഇന്ന് സിനിമിക്സിലൊരു അൺബോക്സിംഗ് ആണ്. ഒരു സ്പോർട്സ് ക്യാം ഈസി പ്രോൻ്റെ. പക്ഷേ ഈസി പ്രോൺ എന്നത് അവർ സെല്ലറിന് വേണമെങ്കിൽ പറയാം, അല്ലാതെ ഈസി പ്രോൻ്റെ അല്ല. ഒരു സ്പോർട്സ് ക്യാം, സാധാരണ നോർമൽ സ്പോർട്സ് ക്യാമാണ്, ലോക്കൽ, ഏറ്റവും ചെറിയ പൈസ. ഏകദേശം ഇത് ആമസോണിൽ 900 റുപ്യ വരുന്നുണ്ട്. കുറച്ച് മുമ്പ് 800 ഉണ്ടായിരുന്നു, ഇപ്പോൾ 900. ഞാൻ വാങ്ങിയത് 1050. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ ടൈമാണ്. പക്ഷേ ഫെസ്റ്റിവൽ ടൈമിന് വില കൂടിയിട്ടാണ് കൊടുത്തത്. സാധാരണ വില നല്ല ക്വാളിറ്റി സാധനങ്ങൾ, കമ്പനി സാധനങ്ങളൊക്കെ വില കുറച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് ലോക്കലായതുകൊണ്ടായിരിക്കും അറിയില്ല, 1050 റുപ്യക്കാണ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. 900 റുപ്യ എന്ന് പറയുമ്പോൾ 150 രൂപ നഷ്ടം. പക്ഷേ SBI ബാങ്കിൽ ആ സമയത്ത് വാങ്ങുന്ന സമയത്ത് SBI ബാങ്കിൽ നിന്ന് 10% ഡിസ്കൗണ്ട് ഉണ്ടായി, ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 10% ക്യാഷ് ബാക്ക് സമയത്ത് 945 അങ്ങനെ ആയിട്ട് എനിക്ക് കുറഞ്ഞിട്ട് കിട്ടി, 957 അങ്ങനെ ആയിട്ട് സംതിങ്. ഇതിൻ്റെ റേറ്റ് അങ്ങനെയല്ലേ. അപ്പോൾ എനിക്ക് ഇത് അങ്ങനെ കിട്ടി. നമുക്കത് നോക്കാം. പാക്കറ്റൊക്കെ ആമസോൺ ചെയ്ത പാക്കറ്റൊക്കെ നല്ല തന്നെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇത് ആമസോൺ ഫുൾഫിൽ അല്ല. ശരിക്കും ആമസോൺ ഫുൾഫിൽ തന്നെ വാങ്ങാൻ ശ്രമിക്കണം. അത് എങ്ങനെയാണ് ആമസോൺ ഫുൾഫിൽ, പിന്നെ കുറേ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു അടുത്ത വീഡിയോ, ആമസോണിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ശ്രമിക്കുക എല്ലാവരും വാങ്ങാൻ. ഇത് നല്ല പാക്ക് ചെയ്തിട്ടുണ്ട്, പുറത്തൊക്കെ നല്ല കാർഡ്ബോർഡ് പാക്കറ്റിൽ ആമസോണിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇത് അവർ ചെയ്ത പാക്കറ്റായിരിക്കും, ഇത് കമ്പനി സാധനം, കമ്പനി ചെയ്ത പാക്കറ്റായിരിക്കും ഇത്. കമ്പനി ചെയ്ത് ആമസോണിക്ക് ആരും കാണില്ല, അതുകൊണ്ടാണ് ആമസോൺ ഫുൾഫിനെ വാങ്ങാൻ പറയുന്നത്. ആമസോൺ ഫുൾഫിലാണ് കമ്പനിക്കാർ തന്നെ അത് അപ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. ആമസോൺ അപ്രൂവ് ചെയ്തു, ഇതിപ്പോൾ കമ്പനി ചെയ്തതാണ് ഇങ്ങനെ. ഇതൊന്ന് നോക്കാം. ഓൾറെഡി ഇത് പാക്കറ്റൊക്കെ ഒരു ഡാമേജ് ആയ പോലെയില്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടും ഡാമേജ് ആയ പോലെയില്ല. പഴയ ഒരു പാക്കറ്റ് കീറിയിട്ടൊക്കെ കാണുന്നുണ്ട്. ഈസി പ്രോ സ്പോർട്സ് ക്യാം ഫുൾ HD 1080 പിക്സൽ. കുറേ കളറുണ്ട്. ലോക്കൽ ഏറ്റവും ചെറിയതാണ്. പിന്നെ ഇതിലെല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുക, ബൈക്കിൽ സാധാരണ ടാബിലൊക്കെ ചെയ്യാൻ പറ്റുന്ന 4 ടൈപ്പ് ആക്സസറീസൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. ഇത് വാട്ടർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫ് കേസ് ഇതിനപ്പുറം ഉണ്ട്. റേറ്റൊക്കെ 1000 കാണിക്കുന്നുണ്ടില്ല, അല്ല 1000 1800, 1999. അത്രയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇതിന്. അടിക്കലല്ലോ, ഏറ്റവും ചെറുതാണ്. 1999 കുറച്ച് ഇതിനോട്ട് മെച്ചപ്പെട്ട നല്ല സാധനം കിട്ടും. അപ്പോൾ വാങ്ങുമ്പോൾ നോക്കിയിട്ട് വാങ്ങാം. ഇവിടെയൊക്കെ പ്ലാസ്റ്റർ ഒടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും കയറിയിട്ടാണ് പ്ലാസ്റ്റർ ഒടിച്ചിട്ടുള്ളത്. ഫുൾഫില്ലല്ല, അതുകൊണ്ട് എപ്പോഴും ഒരു പ്രശ്നമാണ്. ഞാൻ ആദ്യമായിട്ട് ഫുൾഫില്ലല്ലാത്ത വാങ്ങുന്നത്. അല്ല, ആമസോണിൽ നിന്നൊക്കെ സാധനം വാങ്ങി ഞാൻ എപ്പോഴും ഫുൾഫില്ല് നോക്കിയിട്ടേ വാങ്ങാമല്ലോ, അല്ലെങ്കിൽ റിവ്യൂ നോക്കും, സ്റ്റാർ നോക്കും, ഇതൊക്കെ. പക്ഷേ ഇത് സ്റ്റാർ കുറവാണ്, ഫുൾഫില്ലല്ല, റിവ്യൂ ഇല്ലല്ലോ. സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ റിവ്യൂ ഉണ്ടായിട്ടില്ല. നല്ലൊരു ഇതിൻ്റെ ഇതൊക്കെ കവറൊക്കെ കാണുമ്പോൾ ഒരു പഴയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഏകദേശം പുതിയ തന്നെ. നമുക്കാദ്യം ആക്സസറീസ് നോക്കാം. ആക്സസറീസൊക്കെ ബാൻഡേജ് കിട്ടിയിട്ടുണ്ട്, ഹെഡിനൊക്കെ കയറ്റുന്ന. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഹെഡിന് കിട്ടിയിട്ട് നമുക്ക് ബാൻഡേജ്. ഇതിലൊരു പാക്കറ്റൊക്കെ ഒരു പഴയ ഉപയോഗിച്ച് എന്താ എടുത്തെറിഞ്ഞിട്ടില്ല പാക്കറ്റ് പോലെയില്ല. ഇത് ക്ലിപ്പ് പോലെ ഇടലാണ്, അതിനുള്ളിൽ ഇട്ടിട്ട് അമർത്തണം. സാധാരണ നമ്മൾ ബെൽറ്റൊക്കെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ. പിന്നെ ക്യാമറ കേസ്, നമുക്ക് ഏതെങ്കിലും ഹാൻഡിൽ ബാർ മീൻസ് നമുക്ക് പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് സ്ക്രൂ റെഡിയുടെ മേലുണ്ട്. ഇതിനുള്ള ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതിനുള്ള ഇതാണ്. പിന്നെ എക്സ്ട്രാ മോൾഡിങ് ആണ്. ബൈക്കിനൊക്കെ കുറച്ച് ഹൈറ്റ് കിട്ടാനോ അല്ലെങ്കിൽ വേറെ ഹെൽമെറ്റിന് ഹൈറ്റ് ഉണ്ടാകും. ഒരു കേബിൾ വന്നിട്ടുണ്ട് മറ്റേ ചാർജറിൻ്റെ. പിന്നെ ഒരു സ്റ്റിക്കർ. ഇത് സ്റ്റിക്കർ വെച്ചാൽ ഹെൽമെറ്റിനോ അല്ലെങ്കിൽ വേറെ ഡാഷ് ക്യാമിലൊക്കെ, ഇപ്പോൾ കാറിലോ ഉപയോഗിക്കുന്ന ഡാഷ് ക്യാമിൽ ഒട്ടിക്കാനോ അല്ലെങ്കിൽ ഹെൽമെറ്റിൽ ഒട്ടിച്ചിട്ട് തേക്കാൻ ചെയ്യാൻ പറ്റിയിട്ടാണ്. പിന്നെ ബൈക്കിൻ്റെ ബൈക്കോ അല്ലെങ്കിൽ സൈക്കിളൊക്കെ ഉണ്ടാവില്ലേ, സൈക്കിളിനൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. മോൾഡ് നമുക്ക് സ്ക്രൂട്ടിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിളിന് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ആക്സസറീസ് അറിയില്ലത്. പ്രത്യേകിച്ച് വലിയ ആക്സസറീസ് ഒന്നുമില്ല, ഏകദേശം അത്യാവശ്യമുള്ള ചെറിയ ആക്സസറീസ് മാത്രം. അതിൽ പറഞ്ഞ ആക്സസറീസ് പറയത്തൊക്കെ നല്ല ക്യാമറയാണെന്നോ അല്ലോ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ ഇതിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ട് തന്നെ ഇടാം. പിന്നെ ഒരു കാര്യം, ഇതിൽ കുറച്ച് ഡാമേജൊക്കെ ഉണ്ടായിരുന്നു ഈ വീലിൽ, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ബാറ്ററിയിൽ ഡാമേജ് ഉണ്ടായിന്,
സ്ക്രീന് സ്ക്രാച്ച് ഉണ്ടായിന്. റിട്ടേൺ ചെയ്യാൻ പോയതാണ്. പിന്നെ ബാറ്ററി ഞാൻ ചെറുങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒടിഞ്ഞിട്ടായിരുന്നു. പിന്നൊക്കെ ശരിയാക്കി, എന്നിട്ടും ശരിയായില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായി. ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് വിശദമായിട്ട് തന്നെ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.